ഇന്ന് എൻ്റെ ചില്ലി പ്ലാന്റ്സിൻ്റെ ഒരു കെയറിങ് ആട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. നമുക്ക് കൃഷിഭവനിൽ നിന്ന് ഒരു 2 ഇലയൊക്കെ ആയിപ്പോൾ കിട്ടിയതാണ്. ഇത്ര നാൾ ഞാൻ വലിയ നോട്ടൊന്നും നോക്കിയില്ല, കാരണം അത് ഇത്തിരി ഒന്ന് 3-4 ഇലയാവാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു 2-3 ഇലയാവാണ്ടൊന്നും നമുക്കൊന്നും ഈ ചെറിയ പ്ലാന്റ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ലൈറ്റായിട്ട് ഞാൻ ചാണകവെള്ളം ഒഴിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. ഇന്ന് ഞാൻ ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ, നമ്മുടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഞാൻ എടുത്തത്. അപ്പോൾ ആ പുളിപ്പിച്ച കഞ്ഞിവെള്ളം അതിൻ്റെ സെയിം പ്രപ്പോർഷനിൽ തന്നെ വെള്ളം എടുക്കണം. അങ്ങനെ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതങ്ങ് നമ്മുടെ ചില്ലി പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കും. എല്ലാവിധ കീടങ്ങളിൽ നിന്നും അതുപോലെ നന്നായിട്ട്. അതൊരു കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നല്ലൊരു വളമാണ് കേട്ടോ. അത് ഇച്ചിരി പുളിപ്പിക്കുകയും കൂടെ ചെയ്താൽ നല്ല വളമാണ്. അപ്പോൾ അതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഇച്ചിരി കൊന്നയുടെ ചവറങ്ങ് വെച്ച് കൊടുക്കുവാണേ. കൊന്ന ചവറ്, അതുപോലെ പപ്പായയുടെ ഇല, ഇതൊക്കെ ഉണ്ടല്ലോ, നല്ല വളമാണ്. കീടങ്ങളിൽ നിന്നുള്ള ഒരു സംരക്ഷണം കൂടെ കേട്ടോ നമുക്ക്. പ്ലാന്റ്സിനൊക്കെ ഈ ചില്ലി പ്ലാന്റ്സൊക്കെ ആണെങ്കിൽ ഇലയൊക്കെ ചുറ്റാൻ തുടങ്ങും. അങ്ങനെ പലവിധ ഇതൊക്കെ വരും ഇത്തിരി ഒന്ന് വളരാൻ തുടങ്ങുമ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങനെയൊന്ന് ചെയ്തതാണ്. അതുപോലെ പപ്പായ ഇലയാണെങ്കിലും നല്ല വളമാണ്, നല്ലൊരു കീടങ്ങളെ ചെറുക്കാനുള്ളൊരു പ്ലാന്റ്സ് ആട്ടോ.